വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. നമുക്ക് ഇപ്രാവശ്യം ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം അല്ലേ ഈ വർഷം. അപ്പോൾ ഇവിടെ 3 യൂണിറ്റാണ് നമുക്കുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ട്രയൽസ് ആൻഡ് ട്രയംസ്, രണ്ടാമത്തേത് പാത്സ് ടു പ്രോഗ്രസ്, മൂന്നാമത്തേത് ദ ട്രംപറ്റ്സ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഓരോ യൂണിറ്റിലും 3 മെയിൻ ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് ട്രയൽസ് ആൻഡ് ട്രയംസ് ആണ്. ട്രയൽസ് എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും വീണ്ടും പരീക്ഷിക്കുക, പരിശ്രമിക്കുക. ട്രയംസ് എന്ന് പറഞ്ഞാലോ വിജയങ്ങൾ. അപ്പോൾ പല പല പരീക്ഷണങ്ങൾ വഴി അവസാനം വിജയത്തിൽ എത്തിച്ചേരുക. അപ്പോൾ ഈ ഒരു തീമായിരിക്കും ആ യൂണിറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് കാണാൻ പറ്റുക. രണ്ടാമത്തെ യൂണിറ്റോ പാത്സ് ടു പ്രോഗ്രസ്. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേറുക, പുരോഗതി ഉണ്ടാവുക, അല്ലേ, മെച്ചപ്പെടുക. അപ്പോൾ അതിലേക്കുള്ള വഴികൾ എന്നതാണ് രണ്ടാമത്തെ യൂണിറ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആയിരിക്കും യൂണിറ്റ് 2-ലുള്ളത്. യൂണിറ്റ് 3-ലോ ദ ട്രംപറ്റ്സ് ഓഫ് ചേഞ്ച്. ദ ട്രംപറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഹളം മുഴക്കുക, അല്ലേ, മാറ്റങ്ങളുടെ കാഹളം. അപ്പോൾ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട, ചേഞ്ചുമായി ബന്ധപ്പെട്ടതായിരിക്കും യൂണിറ്റ് 3. ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് സ്റ്റോറി. ഗബ്രിയൽ ഗാർസിയ മാർക്വസിൻ്റെ മാജിക് റിയലിസവും ഒക്കെയായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് സ്റ്റോറിയാണത്. അത് നമ്മൾ കംപ്ലീറ്റായി മുഴുവൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോ വേർഡ്സും സെൻറ്റൻസിനും മീനിങ് പറഞ്ഞ് നമ്മൾ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്തു ഓൾറെഡി. രണ്ടാമത്തേത് ഒരു സർവൈവർ ടെസ്റ്റിമോണിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ്. എന്തെങ്കിലും ഒരു വയലൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രോമ നിറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ സർവൈവർ ടെസ്റ്റിമോണി എന്ന് പറയുന്നത്. വിലാഡിസ്ലോസ് വിൽസ്മൻ ആണ് അത് ഷെയർ ചെയ്യുന്നത്. മൂന്നാമത്തേത് ഒരു ഡ്രമാറ്റിക് സ്പീച്ചാണ്. വളരെ ഫേമസ് ആയ വില്യം ഷേക്സ്പിയറിൻ്റെ ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻ. അടുത്തത് യൂണിറ്റ് 2 പാത്സ് ടു പ്രോഗ്രസ്. അത് തുടങ്ങുന്നത് ഒരു സ്പീച്ചിൽ വെച്ചിട്ടാണ്. ശ്രീകാന്ത് ബൊള്ളയുടെ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന സ്പീച്ച് വെച്ചാണ് നമ്മൾ ആരംഭിക്കുക കേട്ടോ. രണ്ടാമത്തെ സെക്ഷൻ നമുക്കൊരു ലൈഫ് റൈറ്റിംഗ് ആണ് കാണാൻ പറ്റുന്നത്, അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ സർവൈവർ ടെസ്റ്റിമോണി. പക്ഷേ അത് നമ്മൾ അധികവും ഞാൻ പറഞ്ഞു വയലൻസ് അല്ലെങ്കിൽ ട്രോമ നിറഞ്ഞ എക്സ്പീരിയൻസിനെയാണ് നമ്മൾ പ്രത്യേക കാറ്റഗറി ആയിട്ടാണ് സർവൈവർ ടെസ്റ്റിമോണി എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ ലൈഫ് റൈറ്റിംഗ് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട എന്തുമാവാം. അതിപ്പോൾ സ്വന്തം എക്സ്പീരിയൻസ് നിറഞ്ഞ സ്റ്റോറി ആവാം, ലെറ്റർ ആവാം, എന്തുമാവാം കേട്ടോ. എ ഫീനിക്സ് റൈസസ്, അതിൽ നമുക്കൊരു സ്റ്റോറി വരുന്നുണ്ട്, ട്വിങ്കിൾ ഖാന. പിന്നെ ഒരു ഇൻ്റർവ്യൂവും വരുന്നുണ്ട്, അരുണാചലം മുരുകാനന്ദം. പിന്നെ അവസാനം ഒരു പോമാണ് ദ സീഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് പോൾ ലോറൻസ് ഡൺബറിൻ്റെ. ഇത് കൂടാണ്ട് നമുക്ക് യൂണിറ്റ് 3 കൂടി വരുന്നുണ്ട് കേട്ടോ, ദ ട്രംപറ്റ്സ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം, അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? ഓ ഭാഗ്യം, നമുക്ക് ഇപ്രാവശ്യം എക്സസൈസുകളൊന്നുമില്ല, വേറെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന്. പക്ഷെ അല്ല, നമുക്ക് എപ്പോഴും ഉള്ള പോലെ തന്നെ എല്ലാ ചാപ്റ്ററിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒരുപാട് എക്സസൈസസും ഉണ്ട് കേട്ടോ. അതും നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ്. റിപ്പോർട്ട് റൈറ്റിംഗ് ഉണ്ട്, ലെറ്റർ റൈറ്റിംഗ് ഉണ്ട്. അതും നമുക്ക് ഒരുപാട് ബോക്സുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഡയറി എൻട്രി ഉണ്ട്, ന്യൂസ് റിപ്പോർട്ട് എഴുതാനുണ്ട്, ക്യാപ്ഷൻസ് കൊടുക്കാനുണ്ട്, സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, കോൺവെർസേഷൻസ് എഴുതാനുണ്ട്, പിക്ചേഴ്സ് നോക്കിയിട്ട് അതിനെക്കുറിച്ച് എഴുതാനുണ്ട്, റേഡിയോ പോഡ്കാസ്റ്റിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കാനുണ്ട്, ക്യാരക്ടർ സ്കെച്ചസ് എഴുതാനുണ്ട്. ഇത് കൂടാതെയാണ് നമുക്ക് വർക്ക്ഷീറ്റ്സും വരുന്നത്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ എക്സസൈസസും ഇടും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആൻ ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ നോട്ട്സും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്രയും വേഗം തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്